സജിത കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി വീണ്ടും മാറ്റിയിരിക്കുകയാണ്, മറ്റന്നാളത്തേക്ക് മാറ്റിയിരിക്കുന്നു. ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി. ഇക്ബാൽ, ഇന്ന് വിധി വരുമെന്നാണ് പ്രതീക്ഷിച്ചത്, ശിക്ഷാവിധി മറ്റന്നാളത്തേക്ക് മാറ്റുകയാണ്, എന്താണ് വിവരങ്ങൾ? സ്മൃതി, അല്പസമയം മുമ്പാണ് പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ഈ സജിത കൊലക്കേസുമായി ബന്ധപ്പെട്ട് പ്രതി ചെന്താമരയ്ക്ക് നൽകാനിരുന്ന ശിക്ഷാവിധി അത് മറ്റന്നാൾ പ്രഖ്യാപിക്കുമെന്ന് അറിയിച്ചിരുന്നത്. ഈ 2 ദിവസം മുമ്പാണ് ഈ കേസിലെ പ്രതിയായിട്ടുള്ള ചെന്താമര കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയത്. ശാസ്ത്രീയ തെളിവുകളുടെയും അതുപോലെ തന്നെ സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിലായിരുന്നു പ്രതി ചെന്താമര കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയത്. ഏതായാലും അതിനുശേഷം ശിക്ഷാവിധി ഇന്ന് പ്രഖ്യാപിക്കുമെന്നാണ് കോടതി ആദ്യം അറിയിച്ചിരുന്നെങ്കിലും പക്ഷേ ഇന്ന് ഈ ശിക്ഷയുടെ മുകളിലുള്ള വാദം പ്രതിഭാഗവും പ്രോസിക്യൂഷനും നടത്തുകയായിരുന്നു. ചെന്താമരയ്ക്ക് വധശിക്ഷ തന്നെ നൽകണമെന്നുള്ളതാണ് ഇന്ന് പ്രോസിക്യൂഷൻ വേണ്ടി ഹാജരായിട്ടുള്ള അഡ്വക്കേറ്റ് MJ വിജയ്കുമാർ ഇന്ന് കോടതിയെ അറിയിച്ചത്. ഇതേ അതായത് സജിതയെ കൊലപ്പെടുത്തിയതിന് പിന്നാലെ സജിതയുടെ ഭർത്താവായിട്ടുള്ള സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും ചെന്താമര കൊലപ്പെടുത്തിയെന്നും രാജീവ് ഗാന്ധി വധക്കേസിലെ പ്രതികളുടെ ശിക്ഷ കൂടി പരാമർശിക്കുന്ന രീതിയിലുള്ള വാദങ്ങളും ഇന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ നടത്തിയിരുന്നു. പരോൾ പോലും അനുവദിക്കാതെ ശിക്ഷിക്കണമെന്നാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ കോടതിയിൽ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ശിക്ഷയിൽ ഇളവ് വേണമെന്നുള്ളതാണ് ചെന്താമരയുടെ അഭിഭാഷകൻ ഇന്ന് പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയെ അറിയിച്ചിട്ടുള്ളത്. ഈ കേസുമായി തീർച്ചയായും എന്താണോ സജിതയുടെയും സുധാകരനും മക്കൾ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നത് വധശിക്ഷ തന്നെ ചെന്താമരയ്ക്ക് നൽകണമെന്നുള്ളതായിരുന്നു. അത് തന്നെയാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിട്ടുള്ളത്. കാരണം സജിതയുടെ കുടുംബത്തിന് ഇപ്പോൾ വലിയ രീതിയിലുള്ള ഭീഷണിയുണ്ട്, പോത്തുണ്ടിലെ ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഭീഷണിയുണ്ട്. ചെന്താമര ഇനി ജയിലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയാൽ അത് പല ആളുകൾക്കും നേരെ വലിയ രീതിയിൽ ഭയം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പരോൾ പോലും നൽകാതെ ചെന്താമരയെ ശിക്ഷിക്കണം, വധശിക്ഷ തന്നെ ചെന്താമരയ്ക്ക് നൽകണമെന്നുള്ളതാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ ഒരു ഇളവ് ഈ കേസിൽ വേണം, ഈ ശിക്ഷയിൽ ഒരു ഇളവ് വേണമെന്നുള്ളതാണ് പ്രതിഭാഗം അറിയിച്ചിട്ടുള്ളത്. സുധാകരനെയും അമ്മയെ ലക്ഷ്മിയും കൊലപ്പെടുത്തിയ കേസ് സജിത കൊലക്കേസുമായി ബന്ധപ്പെട്ട് കൂട്ടിക്കെട്ടരുത്, സമൂഹത്തെ ബാധിക്കുന്ന കേസല്ല, അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്ന് പ്രോസിക്യൂഷൻ പറയുന്നത് ശരിയല്ല എന്നുള്ള വാദങ്ങൾ ഇന്ന് പ്രതിഭാഗവും ഇന്ന് കോടതിയിൽ നടത്തിയിരുന്നു. മാത്രമല്ല വളരെ വിചിത്രമായി തോന്നിക്കുന്ന രീതിയിൽ മുമ്പ് ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളല്ല ചെന്താമര എന്ന രീതിയിലുള്ള വാദങ്ങളും ഇന്ന് പ്രതിഭാഗം കോടതിയെ അറിയിച്ചിരുന്നു. പക്ഷേ ഇനി എന്താണ് ഈ പ്രതിയാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുള്ള ചെന്താമരയ്ക്ക് കോടതി നൽകാൻ പോകുന്ന ശിക്ഷ എന്ന് അറിയാൻ 2 ദിവസം കൂടി കാത്തിരിക്കണം. മറ്റന്നാൾ ശനിയാഴ്ചയായിരിക്കും ഈ സജിത കൊലക്കേസിലെ വിധി പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി പ്രഖ്യാപിക്കുക. ശനിയാഴ്ച രാവിലെ 11 മണിയോടുകൂടി തന്നെ ഈ കേസിന്റെ നടപടികൾ പാലക്കാട്ടെ കോടതിയിൽ ആരംഭിക്കും. അതിനുശേഷം ഉടൻ തന്നെ കേരളവും പോത്തുണ്ണിയുമെല്ലാം ഏറെ നാളായി കാത്തിരിക്കുന്ന ഈ കേസിൽ പ്രതിയെന്ന് കോടതി കണ്ടെത്തിയിട്ടുള്ള ചെന്താമരയ്ക്ക് എന്താണ് ശിക്ഷ വിധിക്കാൻ വേണ്ടി പോകുന്നതെന്ന് ഏതായാലും മറ്റന്നാൾ അറിയാൻ വേണ്ടി സാധിക്കും. കോടതിയിലേക്ക് വന്നിരുന്നു. ശിക്ഷാവിധി ഏറ്റവും വലിയ ശിക്ഷ തന്നെ ലഭിക്കണം എന്നുള്ളതാണ് ആ പെൺകുട്ടികൾ പറഞ്ഞിരുന്നത്. ആ ശിക്ഷ ഇന്ന് പ്രതീക്ഷിക്കുകയായിരുന്നു. അതിപ്പോൾ മറ്റന്നാളത്തേക്ക് വിധി മാറ്റുമ്പോൾ സജിതയുടെ മക്കൾ എത്തിയിരുന്നു കോടതിയിൽ. ഇന്നിപ്പോൾ പ്രതിയെ അവിടെ ഹാജരാക്കിയിരുന്നില്ല. സ്മൃതി, ഇന്ന് ചെന്താമരയെ വീഡിയോ കോൺഫറൻസിംഗ് വഴിക്കാണ് ഇന്ന് കോടതിയിൽ ഹാജരാക്കിയത്. നേരിട്ട് പ്രതിയെ ഹാജരാക്കുന്നില്ല എന്നുള്ളത് നേരത്തെ തന്നെ വിവരങ്ങളും പുറത്തു വന്നിരുന്നു. നേരത്തെ ഈ സജിതയുടെയും സുധാകരനെയും മക്കൾ നമ്മളോട് പറയുന്നത് ഒന്ന് ഉറങ്ങാൻ പോലും കഴിയുന്നില്ല, തങ്ങൾക്ക് സ്വസ്ഥമായി ഒന്ന് ഉറങ്ങണമെങ്കിൽ ഈ പ്രതിയായിട്ടുള്ള ചെന്താമര തങ്ങളുടെ അമ്മയെയും അച്ഛനെയും മുത്തശ്ശിയും എല്ലാം കൊലപ്പെടുത്തിയില്ല, ചെന്താമരയ്ക്ക് കടുത്ത ശിക്ഷ നൽകണം, ഇയാളെ തൂക്കിക്കൊല്ലണം, എങ്കിൽ മാത്രമേ തങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയൂ. തങ്ങൾക്കിപ്പോൾ സ്കൂളിലേക്ക് കോളേജിലേക്ക് പോകാൻ വേണ്ടി കഴിയുന്നില്ല, ജോലിക്ക് പുറത്തു പോകാൻ കഴിയുന്നില്ല, അത്രയും ഭയത്തിലാണ് തങ്ങൾ ജീവിക്കുന്നത്. പോത്തുണ്ടിയിലെ ഈ കേസ് സജിത കൊലക്കേസിലെ സാക്ഷികൾ വരെ ചെന്താമരയെ ഭയന്ന് നാട് വിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഈ കേസിലെ 2ാം സാക്ഷിയായിട്ടുള്ള പുഷ്പ ഉൾപ്പെടെ അല്ലെങ്കിൽ പ്രധാന സാക്ഷിയായിട്ടുള്ള പുഷ്പ ഉൾപ്പെടെ ഈ ചെന്താമരയ്ക്കെതിരെ മൊഴി നൽകിയതിന് പിന്നാലെ ഇപ്പോൾ ചെന്താമരയെ ഭയന്നുകൊണ്ട് തമിഴ്നാട്ടിലേക്ക് താമസം മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ ഭയവും ഭീതിയും ആളുകൾക്കും ഉണ്ട്. അതുകൊണ്ടാണ് കൊലക്കേസ് വിധി ഇന്നുണ്ടായില്ല, അത് മറ്റന്നാളായിരിക്കും. ചെന്താമരയ്ക്ക് ഏറ്റവും കടുത്ത ശിക്ഷ നൽകണം എന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരിക്കുന്ന. വധശിക്ഷ വേണമെന്ന് കുടുംബാംഗങ്ങളും ആവശ്യപ്പെടുമ്പോൾ ശിക്ഷാവിധിയിൽ തീരുമാനം മറ്റന്നാളത്തേക്ക് മാറുകയാണ്. ഇക്ബാൽ, ഇന്ന് വിധി പ്രഖ്യാപിക്കുമെന്നാണല്ലോ നേരത്തെ കോടതി അറിയിച്ചിരുന്നത്. എന്തുകൊണ്ട് കാര്യങ്ങൾ നീട്ടി? സ്മൃതി, അതായത് ഇന്ന് ശിക്ഷയുടെ മുകളിൽ അല്ലെങ്കിൽ ശിക്ഷ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് പ്രതിഭാഗത്തിനും പ്രോസിക്യൂഷനും അവസാനമായി പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് കേൾക്കുന്ന സെന്റൻസ് ഹിയറിംഗ് എന്ന് പറയുന്ന നടപടിയാണ് ഇന്ന് കോടതിയിൽ നടന്നത്. ആ നടപടിക്കിടയിലാണ് ഇത്തരത്തിൽ വധശിക്ഷ തന്നെ ചെന്താമരയ്ക്ക് നൽകണം എന്നുള്ളൊരു ആവശ്യം പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിട്ടുള്ളത്. കോടതി പറയുന്നത് ഇത്തരത്തിൽ സീരീസ് അതായത് തുടർച്ചയായി കൊലപാതകങ്ങൾ നടത്തുന്ന ഒരു വ്യക്തിയാണ്. ചെന്താമരയെ പുറത്തേക്ക് വിട്ടാൽ അത് കൂടുതൽ ആളുകൾക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം ഇയാൾ ഇനിയും കൂടുതൽ ആളുകളെ കൊലപ്പെടുത്തണമെന്ന് നേരത്തെ ഈ സുധാകരനെല്ലാം കൊലപ്പെടുത്തിയതിനു ശേഷം പോലീസ്
പോലീസ് പിടികൂടിയപ്പോൾ പോലീസിനോട് തന്നെ പറഞ്ഞിരുന്ന കാര്യമാണ്. മാത്രമല്ല ഈ സാക്ഷി വിസ്താരം നടക്കുന്ന സമയത്ത് ഈ സജിത കൊലക്കേസിലെ സാക്ഷി വിസ്താരത്തിനിടയിൽ കോടതിയിലെത്തിയപ്പോഴും പല ആളുകൾക്ക് നേരെയും ചെന്താമര ഭീഷണി ഉള്ള പരാമർശങ്ങളും പ്രതികരണങ്ങളും നടത്തിയതാണ്. നെന്മാറ സജിത കൊലക്കേസിൽ ചെന്താമരയുടെ വിധി എന്ത് എന്നറിയാൻ അല്പം കൂടി കാത്തിരിക്കണം. മറ്റന്നാളാണ് കോടതി ഉത്തരവ് വരിക, വിധി വരിക.